വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഡയഗണലൈസേഷൻ. തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന് ഒരു ചോദ്യം ഡയഗണലൈസ് ചെയ്യാൻ ഉണ്ടാവും. ഓക്കെ, സോ ഡയഗണലൈസേഷൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഡയഗണലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് പവർ ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും. ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെങ്കിൽ ഇപ്പോൾ a⁵5 ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഡയഗണൽ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡൽ മെട്രിക്സ്. ശ്രദ്ധിക്കുക. സോ അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താണ്? ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പോൾ നമുക്ക് ചോദ്യം പിന്നീട് അനലൈസ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ തിയറി ഒന്ന് പഠിക്കണം. നമുക്ക് ഒരു ഇക്വേഷനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തിയറട്ടിക്കൽ പാർട്ട് നോക്കാം. ആദ്യം നോട്ടിൻ്റെ പാർട്ട്, ഇതിൻ്റെ തിയറട്ടിക്കൽ സൈഡ് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം ഡയഗണലൈസ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? D = P−1AP ആണ്. ശരിയല്ലേ? ഇതാണ് ഡയഗണലൈസ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇപ്പം ഞാൻ എക്ക് ഒരു പവർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, a⁵n. അതേ സംഭവം നമ്മൾ ഇവിടെയും കൊടുക്കണം, D⁵n. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഹെൻസ് ഡയഗണലൈസ് A³ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഡയഗണൽ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ക്യൂബ് എടുത്താൽ മതി. അതായത് അതിന് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് തന്നെ ഐഗൺ വാല്യൂസ് ആണ്. ആ ഐഗൺ വാല്യൂസിനെല്ലാം ക്യൂബ് കൊടുത്താൽ മതി. അപ്പം ഹെൻസ് ഡയഗണലൈസ് A³ എന്നൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പക്ഷേ നമുക്ക് ഈ a⁵n എന്ന് പറയുന്ന മെട്രിക്സിനെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി. ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ചെറിയൊരു ഡെറിവേഷൻ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ P എനിക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. എനിക്ക് a⁵n ഒറ്റയ്ക്ക് വേണം. അപ്പോൾ ആദ്യം ഈ P ഒഴിവാക്കാം. അതിനുവേണ്ടി ഞാൻ രണ്ട് സൈഡിലും P−1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ D⁵n × P−1 = P−1AP × P−1. ഇപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ P−1 കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, AB ≠ BA ആണ്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത് P−1 എഴുതിയാൽ ഇവിടെയും രണ്ടാമത് തന്നെ ആയിരിക്കണം P−1 എഴുതുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം P × P−1 എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. നിങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് +2 പഠിച്ചതാണ്. ഒരു മെട്രിക്സിനെ ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും, വിത്ത് ദ സെയിം ഓർഡർ. അതേ ഓർഡറിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. 3/3 ആണെങ്കിൽ 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. 2/2 ആണെങ്കിൽ 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? I ആണ്. ശരിയല്ലേ? അപ്പോൾ D⁵n P−1 = P−1A. P × P−1 എന്താവും? I ആവും. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഏത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് ആ മെട്രിക്സ് തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് A തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം നമ്മുടെ മാത്തമാറ്റിക്സിൽ റിയൽ നമ്പേഴ്സിലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ശരിയല്ലേ? ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് ആ നമ്പർ തന്നെ ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. ഇപ്പോൾ 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 5 ആയിരിക്കും. 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 10 ആയിരിക്കും. അതേപോലെ തന്നെ മെട്രിക്സിൻ്റെ ലാംഗ്വേജിൽ മെട്രിക്സിലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതിൻ്റെ മീനിങ് വൈസ് ഒന്ന് ചിന്തിച്ചാൽ എന്താണ്? ഏതൊരു മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടുന്നത് ആ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് A തന്നെ ആയിരിക്കും കിട്ടുന്ന ഉത്തരം. സോ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ P−1A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് P−1A തന്നെയാണ് കിട്ടുന്ന ഉത്തരം. ശരിയല്ല? അപ്പോൾ D⁵n P−1 = P−1A. അപ്പോൾ നമുക്ക് ⁵n കൂടെ കൊടുത്തു പോവാം കേട്ടോ. ⁵n കൂടെ കൊടുത്തു പോവാം. യെസ്, ശ്രദ്ധിക്കുക. നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഈ P−1 ഒഴിവാക്കണം. a⁵n ഒറ്റയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ P−1 ഒഴിവാക്കണം. അപ്പോൾ അതിനുവേണ്ടി രണ്ട് സൈഡിലും P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വേണം എഴുതാൻ. P × D⁵n P−1 = P × P−1 × a⁵n. എഗെയിൻ P × P−1 എന്താവും? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. ശരിയല്ലേ? അപ്പോൾ P × D⁵n P−1 = ഐഡൻറ്റിറ്റി മെട്രിക്സ് × a⁵n. അപ്പം a⁵n ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് തന്നെ ആയിരിക്കും ഉത്തരം? a⁵n തന്നെ ആയിരിക്കും ഉത്തരം. ശരിയല്ല? ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഏത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ മെട്രിക്സ് തന്നെയാണ് ഉത്തരം വരിക. അപ്പോൾ a⁵n തന്നെയാണ് ആൻസർ വരിക. സോ ഹിയർ ദ ഇക്വേഷൻ ഫോർ a⁵n P × D⁵n P−1. ദെർഫോർ ഇത് കാണാതെ ഓർത്ത് വയ്ക്കുക. a⁵n = P × D⁵n P−1. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. a⁵n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? P × D⁵n P−1. ഈ ഡെറിവേഷൻ ഒന്നും നോക്കണ്ട, ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. a⁵n = P × D⁵n P−1. D⁵n = P−1 a⁵n P.
അപ്പോൾ ഇവിടുന്ന് നോക്കി തന്നെ നിസ്സാരമായിട്ട് എഴുതാൻ പറ്റും. ഇവിടുന്ന് a⁻n ഒറ്റയ്ക്ക് വേണം, ശരിയല്ലേ? നമുക്ക് ഈ ഓർഡർ മാറ്റി എഴുതാൻ പാടില്ല. അപ്പം നിങ്ങൾ പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം പി ഇൻവേഴ്സ് വരുന്നുണ്ട്. ചിലരിങ്ങനെയൊക്കെ ആലോചിച്ച് വയ്ക്കും, ഇക്വേഷനകത്ത് അവസാനം പി ഇൻവേഴ്സ് വരുന്നുണ്ട്, എ വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ഇങ്ങനെ കാണാതെ പഠിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അവസാനം എഴുതി വരുമ്പോഴത്തേക്കിനും ഓർഡറൊക്കെ അങ്ങ് മാറ്റി എഴുതും. അതായത് ആദ്യം പി എഴുതും, പിന്നെ a⁻n എഴുതും, പിന്നെ പി ഇൻവേഴ്സ് എഴുതും. പൊട്ടത്തെറ്റാണ് എഴുതി വെക്കുന്നതെന്ന് ആലോചിച്ചോണം. കാരണം എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. എ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ല? ബി എക്ക് ഈക്വൽ അല്ല. സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ അല്ല. പക്ക ഓർഡറിൽ തന്നെ ആയിരിക്കണം ഇക്വേഷൻ പഠിക്കേണ്ടത്. d⁻n is equal to p ഇൻവേഴ്സ് എ പി ആണെങ്കിൽ p ഇൻവേഴ്സ് എ പി, അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഇല്ല. a⁻n is equal to p d⁻n p ഇൻവേഴ്സ് ആണെങ്കിൽ a⁻n is equal to p d⁻n p ഇൻവേഴ്സ്, അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഇല്ല. ഇക്വേഷൻ അടിപൊളിയായിട്ട് കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. കാണാതെ പഠിച്ചില്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക, യുവർ ചോയ്സ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയാണ് തിയററ്റിക്കലായിട്ട് പറയാനുള്ളത്. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ a⁻4 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഇക്വേഷൻ യു ഷുഡ് ഹാവ് ടു റിമെമ്പർ. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് a⁻4 കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യമാണെങ്കിലും നമ്മുടെ സ്ഥിരം കലാപരിപാടികളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഐഗൺ വാല്യൂസ് വേണം, ഐഗൺ വെക്റ്റേഴ്സ് വേണം, മോഡൽ മെട്രിക്സ് എഴുതണം, ഡയഗണലൈസ് ചെയ്യണം, ഡയഗണൽ മെട്രിക്സ് വേണം. ഡയഗണൽ മെട്രിക്സും കണ്ടുപിടിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എന്തോരം ലെങ്തി ആണെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഒരു ചോദ്യം മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എങ്ങനെ പോലും 10-30 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. സോ നിങ്ങളും ക്ഷമയോടുകൂടി ഇത് എഴുതി പഠിക്കുക തന്നെ വേണം. കാരണം മാക്സിമം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല, ശരിയല്ലേ? കാരണം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്, നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിലൊരു മടി നിങ്ങൾ വിചാരിക്കരുത്. ക്ഷമയോടുകൂടി നമ്മളത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, നമ്മുടെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് പണ്ഡിറ്റ് ദീനദയാൽ എന്ന് പറയുന്ന ജഗദീഷ് ശ്രീമാർ അവതരിപ്പിച്ച കഥാപാത്രം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ക്ഷമയും ബുദ്ധിശക്തിയാണ് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്നുള്ളത്. ബുദ്ധിശക്തി അവിടെ നിൽക്കട്ടെ, അതെല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ക്ഷമയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ അപ്പോൾ നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്ത് നോക്കാം. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 2 ഡയഗണൽ ഫോം, ഹെൻസ് ഫൈൻഡ് a⁻4. ഓക്കെ, നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. യെസ്, സോ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ഥിരം ജോലികൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. ഐഗൺ വാല്യൂസിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് എഴുതി വെക്കുക? ഐഗൺ മെട്രിക്സ് എഴുതി വെക്കുക. a-λI is equal to ഡയഗണൽ എലമെൻസിൽ നിന്നൊക്കെ നമ്മൾ ലാംഡ മൈനസ് ചെയ്യുക. 1 - λ, 0 - 1 1, 2 - λ 1, 2 2, 3 - λ. ഓക്കെ, ഇതാണ് നമ്മുടെ a-λI എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ശ്രദ്ധിച്ചിരിക്കുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻറ്റ് a-λI is equal to 0. ഡിറ്റർമിനൻറ്റ് a-λI is equal to 0 എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? λ³ മൈനസ് ട്രേസ് ഓഫ് a ഇൻറ്റു λ² പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് a is equal to 0. ഓക്കെ, സോ ഓരോരോ ആൾക്കാരായിട്ട് കണ്ടുപിടിക്കാം. ട്രേസ് ഓഫ് a എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. 1 + 2 + 3, 3 2 5 1 6. ഇനി m11 പ്ലസ് m22 പ്ലസ് m33 is equal to m11 എന്ന് പറയുന്നത് എന്താണ്? 1th പൊസിഷൻ റോയും കോളം പറഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനൻറ്റ് 2 1 2 3 പ്ലസ് m22 എന്ന് പറയുമ്പോൾ ഈ എഡ്ജിൽ നിൽക്കുന്ന 4 പേരുടെ ഡിറ്റർമിനൻറ്റ് 1 - 1 2 3 പ്ലസ് m33 എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്ന 4 പേരുടെ ഡിറ്റർമിനൻറ്റ് 1 0 1 2. ക്ലിയർ ആണല്ലോ? ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 6 - 2 പ്ലസ് 3 - 2 പ്ലസ് 2 - 0 ഈക്വൽ ടു 6 - 2 4 ആണ്. 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2, ശരിയാണല്ലോ? 4 3 7 പ്ലസ് 4 7 4 11. ഓക്കെ, സോ ഇതാണ് മൈനസിൻ്റെ സം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം.
ശ്രദ്ധിക്കുക, ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഉള്ള റോയും കോളം എലിമിനേറ്റ് ചെയ്ത് ബാക്കി 4 പേരുടെ ഡിറ്റർമിനൻ്റ് 6 മൈനസ് 2 വരും. ഇപ്പോൾ 0 ഇൻറ്റു ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി 1 ഇൻറ്റു റോയും കോളവും കളഞ്ഞാൽ 2 മൈനസ് 4 വരും. ശരിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? 4. 2 മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് 2 മൈനസ് 4? മൈനസ് 2. മൈനസ് 2 മൈനസ് 1 കൂടെ ചേർന്നിട്ട് പ്ലസ് 2 വരും. 4 പ്ലസ് 2 എന്താണ്? 6. ക്ലിയർ ആണല്ലോ? ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ലാംഡ സ്ക്വയർ പ്ലസ് മൈനസിൻ്റെ സം എന്താണ്? 11 ലാംഡ മൈനസ് ഡിറ്റർമിൻ്റെ എന്താണ്? 6 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള 1 മൈനസ് 6 11 മൈനസ് 6 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും 1 2 3. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1 2 3 എന്നുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് നമുക്ക് നോക്കാം. 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആയതുകൊണ്ട് 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് നമുക്ക് കിട്ടും. സോ തീർച്ചയായിട്ടും ഇത് ഡയഗണലൈസബിൾ ആണ്. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അപ്പം ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം a⁴ നമുക്ക് കണ്ടുപിടിക്കണം, നമ്മൾ തൊട്ട് മുൻപേ പഠിച്ച ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. സോ അപ്പോൾ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. സോ വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 1, ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ ഇവിടെ ലാംഡയുടെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? 1 മൈനസ് 1 0 മൈനസ് 1 1 2 മൈനസ് 1 1 2 2 3 മൈനസ് 1 ഇൻറ്റു x1 x2 x3 ഇസ് ഈക്വൽ ടു എന്താണ്? 0 0 0. ശരിയാണല്ലോ? സോ 1 മൈനസ് 1 എന്താണ്? 0 0 മൈനസ് 1 1 1 1 2 2 2. ഓക്കെ, ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 2 റോസ് സെയിം ആണ്. സെക്കൻഡ് റോയും തേർഡ് റോയും സെയിം ആണ്. കാരണം സെക്കൻഡ് റോനെ 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് തേർഡ് റോ വരും. ശരിയല്ലേ? അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള 2 റോസാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബേസിക്കലി അറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ചൂസ് ചെയ്യാം. ഫസ്റ്റ് റോ വെച്ചുള്ള ഇക്വേഷൻ എന്താണ് വരിക? 0x1 പ്ലസ് 0x2 മൈനസ് 1x3 ഈക്വൽ ടു 0. സെക്കൻഡ് റോ വെച്ചിട്ടുള്ള ഇക്വേഷൻ 1x1 പ്ലസ് 1x2 പ്ലസ് 1x3 ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? സോ x1 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനൻ്റ് 0 മൈനസ് 1 1 1 ഈക്വൽ ടു മൈനസ് x2 ഡിവൈഡഡ് ബൈ 0 1 1 1. ശരിയാണല്ലോ? 0 മൈനസ് 1 1 1 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 0 0 1 1 0 0 1 1. ക്ലിയർ? സോ x1 ഡിവൈഡഡ് ബൈ ഇത് വാല്യൂറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 0 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 മൈനസ് x2 ബൈ 0 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 x3 ഡിവൈഡഡ് ബൈ 0 മൈനസ് 0 0 വരും. ശരിയല്ലേ? സോ x1 ഡിവൈഡഡ് ബൈ ഈ 2 മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. മൈനസ് x2 ബൈ 2 മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് 1 ആവും. x3 ഡിവൈഡഡ് ബൈ 0. അപ്പോൾ ഈ മൈനസ് മുകളിൽ ഇടണ്ട, താഴെ ഇടാം. ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ ഇസ് ഈക്വൽ ടു 1. ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ x1 എന്ന് വിളിക്കുകയാണ്. ആദ്യത്തെ ഐഗൺ വെക്റ്റർ ആയതുകൊണ്ട് 1 മൈനസ് 1 0. ഓക്കെ, 1 മൈനസ് 1 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മൾ ആദ്യമത്തെ ഐഗൺ വെക്റ്റർ അടിപൊളിയായിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി അടുത്ത ജോലി എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇത് ഞാൻ സൈഡിലൊന്ന് എഴുതിയിടുകയാണ്, നമുക്ക് അവസാനം ഉപയോഗം വരുമല്ലോ. x1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 0. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ നോക്കാം. സോ അപ്പോൾ നമുക്കിനി ലാംഡ ഇസ് ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്റ്റർ നോക്കാം. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2, ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ ലാംഡയ്ക്ക് 2 കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക? 1 മൈനസ് 2 0 മൈനസ് 1 1 2 മൈനസ് 2 1 2 2
3 മൈനസ് 2 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. ഓക്കെ, സോ 1 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ് -1 0 -1 1 2 മൈനസ് 2 0 1 2 2 3 മൈനസ് 2 എന്താണ് 1 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. ഓക്കെ, സോ നെക്സ്റ്റ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം ആണ്, ശരിയല്ലേ? ഇപ്പം നമ്മുടെ സെക്കൻഡ് റോനെ ഒരു -1 കൊണ്ട് ഗുണിച്ചാൽ ഫസ്റ്റ് റോ കിട്ടും. അപ്പോൾ ആദ്യത്തെ 2 റോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും ചൂസ് ചെയ്യാം. കാരണം ഫസ്റ്റ് റോ സെക്കൻഡ് റോ സെയിം ആയതുകൊണ്ട് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ചൂസ് 2 ഡിഫറെൻറ്റ് റോസ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് റോയും തേർഡ് റോയും ചൂസ് ചെയ്യാം. ഇക്വേഷൻസ് എങ്ങനെയാണ് വരിക? 1x1 പ്ലസ് 0x2 പ്ലസ് 1x3 ഈക്വൽ ടു 0. സെക്കൻഡ് റോയുടെ ഇക്വേഷൻ. തേർഡ് റോയുടെ 2x1 പ്ലസ് 2x2 പ്ലസ് 1x3 ഈക്വൽ ടു 0. പ്രൊസീജിയർ എല്ലാവർക്കും അറിയാം. x1 ബൈ x1 ഉള്ള റോയും x1നെ പൊത്തി പിടിച്ചാൽ 0 1 2 1 0 1 2 1 ഈക്വൽ ടു x2 എഴുതുമ്പോൾ മൈനസ് കൊടുക്കാൻ മറക്കരുത്. -x2 ബൈ 1 1 2 1 ശരിയല്ലേ? 1 1 2 1 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1 0 2 2 1 0 2 2. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? x1 ബൈ 0 മൈനസ് 2 മൈനസ് x2 ബൈ 1 മൈനസ് 2 x3 ബൈ 2 മൈനസ് 0. സോ x1 ബൈ -2 ഈക്വൽ ടു -x2 ബൈ -1 ഈക്വൽ ടു x3 ബൈ 2. മൈനസ് മൈനസ് ക്യാൻസൽ ആയാൽ x1 ബൈ -1 ഈക്വൽ ടു x2 ബൈ 1 ഈക്വൽ ടു x3 ബൈ 2. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ x2 അല്ലേ? രണ്ടാമത്തെ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ x2 ഇസ് ഈക്വൽ ടു എന്താണ് ആൻസർ വരിക? -2 1 2 -2 1 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ സൈഡിൽ എഴുതിയിടുന്നുണ്ട്. x2 ഇസ് ഈക്വൽ ടു എന്താണ്? -2 1 2. ഓക്കെ, സോ ഇനി അടുത്ത ജോലി എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ച് നോക്കാം. സോ നമ്മുടെ അടുത്ത ജോലി എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണം. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3, സോ ഈ ഇക്വേഷനിൽ ലാംഡയ്ക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് വരിക? 1 മൈനസ് 3 0 മൈനസ് 1 1 2 മൈനസ് 3 1 2 2 3 മൈനസ് 3 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ഓക്കെ, സോ 1 മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ്? -2 0 മൈനസ് 1 1 2 മൈനസ് 3 മൈനസ് 1 1 2 2 3 മൈനസ് 3 0 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഓക്കെ, സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും 3 റോസും ഡിഫറെൻ്റ് ആണ് അല്ലേ? 3 റോസും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യാം, ശരിയാണല്ലോ? അപ്പോൾ ഞാൻ ഐ എം ചൂസിങ് സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ. സോ സെക്കൻഡ് റോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 1x1 മൈനസ് 1x2 പ്ലസ് 1x3 ഈക്വൽ ടു 0 2x1 പ്ലസ് 2x2 പ്ലസ് 0x3 ഈക്വൽ ടു 0. ഓക്കെ, x1 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള 4 പേര് -1 1 2 0 -1 1 2 0. x2 കൊടുക്കുമ്പോൾ മൈനസ് എടുക്കാൻ മറക്കരുത്. -x2 ഡിവൈഡഡ് ബൈ 1 1 2 0 1 1 2 0 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1 -1 2 2 1 -1 2 2. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? x1 ഡിവൈഡഡ് ബൈ 0 മൈനസ് 2 എന്ന് വരും. 0 മൈനസ് 2 മൈനസ് x2 ഡിവൈഡഡ് ബൈ 0 മൈനസ് 2 x3 ഡിവൈഡഡ് ബൈ 2 മൈനസ് -2. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ -2 ഈക്വൽ ടു -x2 ബൈ -2 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 വരും 4. ഇവിടെ മൈനസ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ HCF എന്ന് പറയുന്നത് 2 ആണ്. അത് ഒഴിവാക്കാനായിട്ട് ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x1 ബൈ -1 ഈക്വൽ ടു x2 ബൈ 1 ഈക്വൽ ടു x3 ബൈ 2 എന്ന് വരും, ശരിയല്ലേ? ത്രൂ ഔട്ട് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇപ്പോൾ HCF 1 ആയിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ
x3 എന്ന് പറയുന്നത് എന്താണ്? -1 1 2. സോ eigen vector corresponding to the eigen value lambda is equal to 3, x3 is equal to -1 1 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ 3 ഐഗൺ വെക്ടേഴ്സും എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3 ഐഗൺ വെക്ടേഴ്സ് ഉപയോഗിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തോ ഉണ്ടാക്കണം? ഇനി മോഡൽ മെട്രിക്സ് ഉണ്ടാക്കണം. ഓക്കെ, മോഡൽ മെട്രിക്സ് ഉപയോഗിച്ച് ഡയഗണലൈസ് ചെയ്യണം. ഡയഗണൽ മെട്രിക്സ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? a⁴ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമ്മുടെ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആവും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ A = A ട്രാൻസ്പോസ് എന്ന കേസിൽ ഡയഗണൽ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ മോഡൽ മെട്രിക്സ് എഴുതി നോക്കാം. സോ അപ്പോൾ നമുക്ക് മോഡൽ മെട്രിക്സ് ആയിട്ടുള്ള P എന്താണെന്നുള്ളത് എഴുതി നോക്കാം. മോഡൽ മെട്രിക്സ് P = ശ്രദ്ധിച്ചിരിക്കുക, മോഡൽ മെട്രിക്സ് P = ഈ 3 ഐഗൺ വാല്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ മോഡൽ മെട്രിക്സ് എഴുതുക. ഐഗൺ വെക്റ്റേഴ്സ് ഉപയോഗിച്ച് 1 -1 0 -2 1 2 -1 1 2. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഡയഗണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? P ഇൻവേഴ്സ് AP ആണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ ഡയഗണലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് a⁴n കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ a⁴n മുൻപ് നമ്മൾ തീർച്ചയായും ഡയഗണലൈസ് ചെയ്യണം. കാരണം ആ ഇക്വേഷനകത്ത് d⁴n വരുന്നുണ്ടല്ലോ. അപ്പോൾ d എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് d⁴n കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ d = P ഇൻവേഴ്സ് AP ഉപയോഗിച്ച് ആദ്യമേ ഡയഗണൽ മെട്രിക്സ് ആയിട്ടുള്ള d കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന മുൻപ് ചെയ്ത ചോദ്യത്തിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും ചെയ്യണം. എക്സ്ട്രാ ഒരു ടെയിൽ എൻഡും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ d = P ഇൻവേഴ്സ് AP. അപ്പോൾ അതിനു വേണ്ടി ഈ P എന്ന് പറയുന്ന മെട്രിക്സ് കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കട്ടെ. സോ അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് P ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് കാൽക്കുലേറ്ററിൽ എനിക്ക് കിട്ടിയ ഉത്തരം. നിങ്ങളും കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ചെയ്യാൻ അറിയാത്തവർ അറിയാവുന്ന ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഫ്രണ്ട്സിനോട് ചോദിക്കാം. ഓക്കെ, ഒരു രക്ഷയില്ലെങ്കിൽ എവിടെ നോക്കുക? യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ഹൗ ടു ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് കാൽക്കുലേറ്റർ. അപ്പോൾ നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് ഉള്ള കാൽക്കുലേറ്റർ ആണ് വാങ്ങിക്കുന്നത്. നിങ്ങൾ +2 ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ അല്ല, +1 +2 നിങ്ങൾ യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്റർ അല്ല. അതും സയൻറ്റിഫിക് കാൽക്കുലേറ്റർ തന്നെയാണ്. പക്ഷേ കോംപ്ലക്സ് അനാലിസിസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 991 ESൻ്റെ കാൽക്കുലേറ്റർ ആണ് നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് യൂസ് ചെയ്യുക. അപ്പം ആ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുക. എങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാംസ് ഒക്കെ എഴുതുമ്പോഴോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്ററിൽ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം. നല്ലോണം എഴുതി പഠിക്കണം. കാൽക്കുലേറ്ററിൻ്റെ യൂസ് വരുന്ന സമയത്ത് കാൽക്കുലേറ്റർ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, സോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇൻറ്റേർണൽ എക്സാംസ് ഒക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. ഇൻറ്റേർണൽ എക്സാംസ് തീർച്ചയായിട്ടും, കാരണം പബ്ലിക് എക്സാമിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇൻറ്റേർണൽ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻറ്റേർണൽ എക്സാമിന് കിട്ടുന്ന മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. യെസ്, സോ അപ്പോൾ നമുക്ക് അഡ്ജ് P/ഡിറ്റർമിൻറ്റ് P നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഡയഗണലൈസ് ചെയ്യാനായിട്ടുള്ള ഫോർമുല എന്താണ്? d = P ഇൻവേഴ്സ് AP ആണ് നമ്മുടെ ഇക്വേഷൻ. d = P ഇൻവേഴ്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ കിട്ടിയ ഉത്തരം കൊടുക്കാം. 0 -1 1/2 -1 -1 0 1 1 1/2 ഇൻറ്റു a എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ 1 0 -1, ശ്രദ്ധിക്കുക, 1 0 -1 1 2 1 2 2 3 ഇൻറ്റു P എന്ന് പറയുന്നത് എന്താണ്? മോഡൽ മെട്രിക്സ് 1 -2 -1 -1 1 1 0 2 2. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ ആൻസർ എഴുതാൻ സാധിക്കും. എന്താണ്? നമ്മുടെ ഐഗൺ വാല്യൂസ് 1 2 3 ആണ് ഡയഗണലി വരിക. ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും എന്താവും? 0 ആവും. ഓക്കെ, ഈ കേസിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല d കണ്ടുപിടിക്കുന്ന കേസിൽ. സോ നെക്സ്റ്റ് നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് a⁴n ഇക്വേഷൻ ഉപയോഗിച്ച് a⁴ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. a⁴ ആണ്. a⁴n ഇക്വേഷൻ എന്താണ്? P × d⁴n × P ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ ഫോർമുല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ നിങ്ങളെ ഫോർമുല പഠിപ്പിച്ചതാണ്. സോ a⁴ = P × d⁴ × P ഇൻവേഴ്സ്. സോ അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? d⁴ വേണം. അപ്പോൾ d നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. d⁴ നമുക്ക് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, d⁴ നിഷ്പ്രയാസം
നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. d⁴ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്. ഈ ഡയഗണൽ എലമെന്റ്സിന് 4th പവർ കൊടുത്താൽ മതി d⁴ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഡയഗണൽ എലമെന്റ്സ് എല്ലാം whole⁴ എടുത്ത് നോക്കാം. സോ അപ്പോൾ എന്താണ് വരിക? 1⁴ 0 0 0 2⁴ 0 0 0 3⁴. ശരിയാണല്ലോ. സോ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താണ് വരിക? d⁴ is equal to d⁴ 1⁴ എന്ന് പറയുന്ന 1 തന്നെ 0 0 0 2⁴ എന്ന് പറയുന്നത് 16 വരും 0 0 0. നെക്സ്റ്റ് 3⁴ എന്ന് പറയുന്നത് എന്താണ്? 81. ഓക്കെ, അപ്പോൾ നമുക്ക് d⁴ കിട്ടും. ഫോർമുല ഓൾറെഡി ഞാൻ എഴുതിയിട്ടായിരുന്നു. a⁴ ഈക്വൽ ടു p ഇൻറ്റു d⁴ ഇൻറ്റു p ഇൻവേഴ്സ്. നോക്കുക, അപ്പോൾ p ഇൻറ്റു d⁴ ഇൻറ്റു p ഇൻവേഴ്സ്. p മോഡൽ മെട്രിക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്, അത് ഞാൻ കൊടുത്തു. d⁴ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. p ഇൻവേഴ്സും ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, യെസ്. അപ്പം ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഇതായിരിക്കും. ഇത് ഞാൻ കാൽക്കുലേറ്ററിൽ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. സോ അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും കിട്ടുന്ന ഉത്തരം. ഓക്കെ, സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് കാൽക്കുലേറ്റർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്ന പോർഷൻസ് എല്ലാം കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഇത് അല്ലാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്സും ഒരുപാട് സമയവും വീണ്ടും കൺസ്യൂം ആവും. ഓൾറെഡി നമ്മൾ ഇത്രയും സമയം എടുത്താണ് ഇത്രയും കാര്യങ്ങൾ എഴുതി വരുന്നത്. ഇപ്പോൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ അത് ശരിക്കും ശ്രദ്ധിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.